ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് നമ്മളാദ്യത്തെ വീഡിയോ ഓർമ്മ കാണുമെന്ന് വിചാരിക്കുന്നു. അതിൽ നമ്മൾ കൺഫേം വെഹിക്കിൾസ് എന്ന് പറഞ്ഞ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളതിലാരും അത് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പോയി കാണുക. അതില്ലേ നമുക്കപ്പോൾ നമ്മുടെ മാജിക്കൽ പീസ് വെച്ചിട്ട് നമ്മൾ 3 കാര്യങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നു. ടാങ്ക് ആദ്യം വരച്ചത് ലംബോർഗിനി GTR ടാങ്ക്. ഈ വീഡിയോസിനായിട്ടുണ്ട്. ഇനി ഞാൻ വരയ്ക്കാൻ പോണത് വേറൊരു സാധനമാണ്. ചുമ്മാ അറിഞ്ഞതാ, വരയ്ക്കുന്നൊന്നുമില്ല, ഞാൻ ചുമ്മാ പറ്റിയതല്ലേ. അപ്പോൾ നിങ്ങൾ ഇന്നലത്തെ മിനിഞ്ഞാന്ന് നമ്മളായിട്ട് വീഡിയോ ഇട്ടുണ്ടായില്ലേ, 3 ദിവസം മുമ്പ് മൈൻക്രാഫ്റ്റിൻ്റെ അവർ അതിലൊരു കമൻറ്റ് സബ്സ്ക്രൈബർ എന്നോട് പറഞ്ഞേ ദീപക്കിൻ്റെ വീട്ടിലത്തെ സ്കോർപ്പിയോ അടിച്ച് മാറ്റാൻ. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തിനാവട്ടെ, നമ്മളെന്താ വന്നേക്കണ് സബ്സ്ക്രൈബേഴ്സിൻ്റെ തീരുമാനം പോലെ. എൻ്റെ 3 കാറുകൾ ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ, അത് പോയിന്നുണ്ട്. എന്നാലും ഞാൻ ആ വണ്ടികൾ ഇവിടെ വെച്ചേ. ഇവിടെ എങ്ങനെയായിരുന്നു ഇങ്ങനെ വണ്ടിയുടെ വെച്ചേക്കണ്ട് കേട്ടോ. ഈ വണ്ടിയല്ലേ, അതിവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഈ സിൽവറിൻ്റെ GTR അവിടെ വെച്ചേ. എനിക്ക് തോന്നുന്നത് ആരുടെ വണ്ടി അടിച്ചു മാറ്റുന്നത് അത്രയ്ക്കായ ഇപ്പം ചെയ്തു തരാം. അന്നേലോട്ടെ നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം. നേരെ നമ്മുടെ ദീപക്കിന് വീട്ടിൽ പോവാം. ഒരു മിനിറ്റ്, നമുക്ക് ഡിഫൻഡർ എടുത്ത് പോകാം കേട്ടോ. ഒരു കൈ ഇവിടെ പോകാൻ ശരിയാവുക. ദീപക്കിൻ്റെ വീടിന് അടുത്താ, എന്ന് വെച്ചാൽ സിറ്റിയുടെ അടുത്ത് ഒരു വില്ലേജ് ഉണ്ടാവില്ല, വണ്ടി അടിച്ചു മാറ്റാണെങ്കിൽ എൻ്റെ എല്ലാ കൂട്ടുകാരുടെ വണ്ടി ഞാൻ അടിച്ചു മാറ്റും. എൻ്റെ ആ വീഡിയോസ് എല്ലാം ഈ ചാനൽ അപ്ലോഡ് ചെയ്യും. എന്തായാലും കാണാത്തവരെ, പിന്നെ അതിനു മുമ്പ് ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലിനെ കൂടെ സബ് ചെയ്യുക. അപ്പോൾ എന്തുണ്ടാവും നോക്കി വെക്കാം. വില്ലേജിൻ്റെ അവിടെ ഒരു പച്ച വീട് കിടണ്ട്, അതാണ് നമ്മുടെ ദീപക്കിൻ്റെ വീട്. ഓക്കെ, ഇവിടെ നമ്മളങ്ങനെ വില്ലേജിലേക്ക് വന്നേക്കാം. ഈ വില്ലേജിലെ ഒരു പച്ച വീട്, ഇതല്ല വേറൊരു വീടുണ്ടായിരുന്നു. അതിവിടെ ആ വീട് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഒരു പച്ച കളർ വീട്. ഷെഡല്ലേ, ഈ വീട് തന്നെ. ഇവിടെ സ്കോർപ്പിയോ അവനവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ പിന്നെ ഗാരേജ് ഉണ്ട് കേട്ടോ. തുറക്കാൻ പറ്റുമോ? തുറക്കാന്ന് പറയുന്നില്ല, കയറുമ്പോൾ അത് ലോക്ക് അടിക്കും. അതിനെ തന്നെ വണ്ടി ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അപ്പോൾ ബാക്കിൽ നോക്കി നോക്കാം. ഇതവിടെ പോയാ വണ്ടി കാണാനല്ലോ. നമുക്ക് വെടിഞ്ഞ മോളിൽ കയറി നോക്കി നോക്കാം. വെടിഞ്ഞ മോളിൽ ആരെങ്കിലും സാർ തന്നെ വണ്ടി ഓടിക്കില്ല. നല്ല ഞാൻ വരുത്തോ നോക്കിയത്, അതേ വണ്ടി എടുക്കണത് ആ വണ്ടി. അയ്യോ, ഞാൻ അവിടെ തലടിച്ച് വീണ്. എൻ്റെ അമ്മച്ചി, എൻ്റെ പറ്റിയില്ല. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ വണ്ടി. ഇത് മറ്റേ മഹീന്ദ്ര സ്കോർപ്പിയോ ഉണ്ടോ. ഇതാണ് എന്നോട് സബ്സ്ക്രൈബർ അടിച്ചു മാറ്റാൻ പറഞ്ഞത്. ഇവിടെ ഇനി ദീപകിനെ കാണാനൊന്നുമില്ല കേട്ടോ. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ വണ്ടി അങ്ങ് അടിച്ചു മാറ്റാം. അയ്യോ, ലോക്ക് ചെയ്ത് വെച്ചേക്കണത് എന്താ ചെയ്യാ? അറത് എന്നെ വണ്ടി അടിച്ചു മാറ്റാൻ വന്നേക്കണ്. നീ അബിയല്ലേ, എന്താ എനിക്ക് വേണ്ടത്? എന്നെ വണ്ടി അടിച്ചു മാറ്റാൻ വന്നിട്ടില്ല, അടിച്ച പൊട്ടിക്കും. അയ്യോ സോരടാ, ഞാൻ അറിയേണ്ടതാ. അല്ല, ഈ വണ്ടി ലോക്ക് ചെയ്ത് വെച്ചേക്കാണോ? അല്ലാണ്ട് പിന്നെ എനിക്കറിയാൻ നീ ഇങ്ങോട്ട് വരുന്നത്. ഞാനെന്ത് എൻ്റെ സബ്സ്ക്രൈബറിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കാണാറില്ലേ, എൻ്റെ സബ്സ്ക്രൈബൊക്കെ പറയുന്നതൊക്കെ ഞാൻ കേട്ടു. എൻ്റെ അപ്പേട്ട ഫണ്ട് എടുത്തിന് വേഗം സ്ഥലം വിട്ടു. എടാ, നീ എനിക്ക് വണ്ടി വന്നിക്കുന്നോ? എനിക്ക് ഇങ്ങനെന്തോടാ, എനിക്ക് ഇതുപോലത്തെ 10 മേടിച്ചു തരാം. എടാ, ഇതൊന്നും നല്ല റേസിന് കഷ്ടപ്പെട്ടെടുത്ത വണ്ടിയാ. ഇതിൻ്റെ ഗ്ലാസ്സൊക്കെ പൊളിഞ്ഞിട്ടുണ്ട്. എവിടെ പൊളിഞ്ഞിട്ടുണ്ട്? ഒന്ന് പോയാടന്ന്. ഇത് നല്ല നീറ്റാ. അല്ലടാ, പൊളിഞ്ഞിട്ട് റിപ്പയർ ചെയ്ത് കൊടുത്തതാ. എനിക്ക് വണ്ടി അപകടത്തിലാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപകടത്തിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ വേഗം പെടുന്ന സ്ഥലം വിട്ടോ, അതായിരിക്കും നല്ലത്.
എടാ എൻ്റെ ഇഷ്ടംപോലെ വെപ്പൺസ് ഉണ്ട്. ഓ ഇത് മറ്റേ പൂരപ്പുറം മേടിച്ച സാധനല്ലേ? ആണാ ഇപ്പൊ ചെയ്തു തരാം. അല്ല അമ്മച്ചി ദീപക് എങ്ങനെ വീണ്? അവൻ്റെ കയ്യിലൊക്കെ നമ്മൾ അടിച്ചു പറ്റിട്ട് പോലീസ് വരുന്നവരെ പോവാ. എട്ടിൻ്റെ പണി കിട്ടും. ഡിഫൻഡർ അവിടെ കിടക്കുന്നുണ്ട്, അതവിടെ കിടന്നുണ്ടോ? നമുക്ക് വേറെ ദിവസം എടുക്കാൻ പോവാ. നമുക്ക് പിന്നെ 1 സ്റ്റാർ വാട്ടർ ലെവൽ കിട്ടി. ഇവിടെ പാളിയല്ലോ. ഞാൻ വയനാട് ഇവിടേക്കാൻ പോയത്. പക്ഷെ എന്താ ചെയ്യാ, അവനടുത്തുള്ളതുകൊണ്ട് ഞാൻ അവനെ വെടിവെച്ചു. ഇത് അത്ര ഉണ്ടാവില്ല. ഇയാളവിടെ നിന്ന് നമുക്കപ്പോൾ ഇവിടുന്ന് രക്ഷപ്പെടാം. പാളി ഇത് മാറിക്കടന്ന് നമുക്ക് 1 സ്റ്റാർ വാട്ടർ ലെവലാട്ടോ. നമ്മളെ ചേസ് ചെയ്യുന്നല്ലോ. ഇടിച്ചു മതി തീർച്ചു. എനിക്ക് പോയിടിക്കാൻ താല്പര്യമില്ല. എൻ്റെ അമ്മച്ചി ഞാൻ കാണിക്കണേ അതൊക്കെ പോവാ. ഒരു ഇതുമില്ല. പോലീസുകാർ എന്നെ ഇടിച്ചു. ഓക്കെ ആളങ്ങനെ പോയിട്ടുണ്ട്. ഇയാള് എനിക്ക് വാടാ. അയ്യോ ഇതിനായിട്ടാ എന്നെ അടിക്കുന്നത്. ആ ശരി യോഗയിലോട്ട് വണ്ടി അടിച്ച് പറ്റിയിട്ട് നമ്മളോട് കുറ്റം പറയണം. ഇപ്പൊ ആൾക്കൊള്ളാലോ. നമ്മൾ കരുതാൻ പോയില്ല. എൻ്റെ അമ്മച്ചി ഇതേ എഴുന്നെടുത്തില്ലേ? അല്ല പിന്നെ ഇഷ്ടം പോലെ പോലീസിനോട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നീടത്തെ നമ്മുടെ വണ്ടിയുടെ ഓറൊക്കെ പറഞ്ഞു പോയി. അത് കുഴപ്പമില്ല, വണ്ടി കിട്ടിയല്ലോ അത് മതി. അപ്പോൾ ഇതുകൊണ്ടുകൊണ്ട് ഇന്നത്തെ വീഡിയോ അതല്ല ഫ്രണ്ട്സിൻ്റെ ഒരു വണ്ടിയില്ലേ അത് അടിച്ചു മാറ്റാണ്ടെങ്കിൽ ഈ വീഡിയോയിലെ കാണുമ്പോൾ ഇവന്മാർ പോയില്ലേ? ചാടാണല്ലോ. ഓക്കെ വാട്ടർ ലെവൽ പോയേക്കാണ്. ഞാൻ പോലീസുകാരെ നേരിടങ്ങനെ ഷൂട്ട് ചെയ്യണം. മറ്റേ പരിപാടി അടിക്കാൻ നിൽക്കാൻ ഒരു കാര്യം ചെയ്യാൻ പോവാ, അതായിരിക്കും നല്ലത്.